ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 28ാമത്തെ ശ്ലോകം നോക്കാം. കൃഷ്ണസ്യ ഗോപ്യോ രുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യാഃ കില തന്മാധുരിതി ഓജുഃ സമാഗതാഃ. കൃഷ്ണസ്യ ഗോപ്യോ രുചിരം. ഇനിയും ഭഗവാന്റെ ഈ ബാലലീലകളൊക്കെ കണ്ടിട്ട് ഈ ഗോപസ്ത്രീകളൊക്കെ ആനന്ദം അനുഭവിച്ചു എന്ന് പറയുകയുണ്ടായി. അതിനെ ഒന്നുകൂടി ഒന്ന് ഊന്നിപ്പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഇവിടെ പറയുകയാണ് കൃഷ്ണസ്യ, കൃഷ്ണൻ്റെ ഗോപ്യോ, ഗോപ്യ എന്ന് പറഞ്ഞാൽ ആ ഗോപസ്ത്രീകൾ, രുചിരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള, വീക്ഷ്യ, വീക്ഷ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, എന്ത്, കൗമാരചാപലം, ഈ ബാലലീലകളൊക്കെ ബാലചാപല്യത്തെയൊക്കെ കണ്ടിട്ട് ആ ഗോപസ്ത്രീകൾ ഭഗവാന്റെ അതും എടുത്തു പറഞ്ഞ എങ്ങനെയുള്ളത്, മനോഹരമായിട്ടുള്ള ബാലലീലകളൊക്കെ കണ്ടിട്ട് ശൃണ്വത്യ എന്ന് പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുക. അതായത് ഈ ഗോപസ്ത്രീകളൊക്കെ വന്നിട്ട് യശോദാമ്മയോടും രോഹിണി ദേവിയോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മനോഹരമായ ലീലകളൊക്കെ കേട്ടുകൊണ്ടിരിക്കെ കില തന്മാധുരിതി ഹോജുഃ സമാഗതാഃ. തന്മാധുരിതി, തന്മാധുഹു ഇതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തന്മാധുരിതി. തന്മാധു എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ? ആ യശോദാമ്മ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ അമ്മയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. യശോദാമ്മ ഇതി, ഇപ്രകാരം, ഹോജു എന്ന് പറഞ്ഞാൽ ഊജു ഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഹോജു എന്നുള്ളിടത്ത് ഊജു എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഹ എന്നുള്ള ഒരല്പം ഒരു അതിശയോക്തിയോടുകൂടി, അതായത് ഈ യശോദാമ്മയുടെ അടുത്ത് വന്ന് ഈ ഗോപസ്ത്രീകളൊക്കെ ഇത് പറയുന്ന അവരുടെ ആനന്ദാതിരേകം കൊണ്ട് അതിലൊരല്പം അതിശയോക്തി കലരുന്നതായിട്ട് ഇവിടെ ഒന്ന് ഭാവന ചെയ്യുകയാണ്. അതായത് അവരും ഈ ഒരു ഭഗവാന്റെ ലീലയൊക്കെ ആനന്ദിക്കുക തന്നെയാണ്. അങ്ങനെ വന്നു പറഞ്ഞു. സമാഗതാഹ, സമാഗത എന്ന് പറഞ്ഞാൽ വന്നിട്ട്, അവിടെ വന്ന് ദേവകീദേവിയുടെ അടുത്ത് വന്നിട്ട്, യശോദാമ്മയുടെ അടുത്ത് വന്നിട്ട് ഈ ഗോപസ്ത്രീകളൊക്കെ ഈ ഭഗവാന്റെ വളരെ മനോഹരങ്ങളായിട്ടുള്ള ബാലലീലകളെയൊക്കെ അങ്ങോട്ട് വർണ്ണിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. ആരോട്? ആ യശോദാമ്മയോടും. അതേപോലെ തന്നെ കൃഷ്ണൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ കൃഷ്ണനോടൊപ്പം തന്നെ എപ്പോഴും നമ്മൾ കണ്ടിരുന്ന സഹരാമ, ഭഗവാൻ എവിടെ പോയാലും ജ്യേഷ്ഠനായ രാമനെയും കൂടെ കൂട്ടാറുണ്ട്. ഇല്ലാതെ പോയ ചില ലീലകൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം. അതിലൊന്നാണ് കാളിയമർദ്ദനം. കാരണം നമുക്കറിയാം ജ്യേഷ്ഠനായ രാമൻ എന്ന് പറയുന്നത് അനന്തൻ്റെ അവതാരമാണ്. ആ അനന്തമൂർത്തിയുടെ അവതാരമായിട്ടുള്ള രാമൻ ഒരു പക്ഷേ തൻ്റെ തന്നെ കുലത്തിലുള്ള ആ ഒരു കാളിയനെ മർദ്ദിക്കുന്നത് കാണുന്നത് ഒരല്പം വിഷമമാവുമെന്ന് ധരിച്ചുകൊണ്ട് ജ്യേഷ്ഠനായ രാമനെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം ഇനിയും കാളിയമർദ്ദനം വരുമ്പോൾ. അപ്പോൾ എപ്പോഴും ഈ ജ്യേഷ്ഠനായ രാമൻ കൂടെയുണ്ട്. ചില ലീലകളിൽ മാത്രമാണ് ഭഗവാൻ ബലരാമദേവനെ ഒഴിവാക്കി നിർത്തുന്നത്. ഇവിടെ ആ രാമനോട് കൂടിയിട്ടാണ് നടന്ന എല്ലാ വികൃതിയും കാണിക്കുന്നത്. അപ്പോൾ അത് വന്ന് പറയുമ്പോൾ, ഈ കൃഷ്ണൻ്റെ ലീലകൾ പറയുമ്പോൾ രോഹിണീദേവിയും ദേവകീദേവിയും എല്ലാവർക്കും അത് ഇങ്ങനെ ആസ്വദിച്ച് കേൾക്കുകയാണ്. ഗോപസ്ത്രീകൾ വന്ന് പറയുന്ന ആ ആസ്വാദനം തന്നെ നമുക്ക് തോന്നാം ഒരല്പം അതിശയോക്തിയില്ലേ എന്ന്. അത്രമാത്രം അവരും അത് ആസ്വദിച്ചുകൊണ്ടാണ് വന്ന് പറയുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കൃഷ്ണസ്യ ഗോപ്യോ രുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യാഃ കില തന്മാധുരിതി ഓജുഃ സമാഗതാഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശൃണ്വത്യാഃ, ഇവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അതുപോലെ കില തന്മാധുരിതി, അവിടെ രായ്ക്ക് ഇതി ആയതുകൊണ്ട് ഇക്കാരം കൊടുത്ത് വായിക്കുക. അതുപോലെ ഹോജുഃ സമാഗതാഹ, ഹോജുഃ അവിടെ വിസർഗം, അതുപോലെ സമാഗതാഹ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമുക്ക് 29ാമത്തെ ശ്ലോകമാണ്. ഈ 29ാമത്തെ ശ്ലോകം 4 വരികളുണ്ട്. കുറച്ച് വലിയ 4 വരികളുള്ളതാണ്.
വത്സാൻ ക്വചിതസമയേ ക്രോശസംജാതഹാസ സ്ഥേയം സ്വാദ്വത്യഥ ദധിപയ കൽപ്പിതൈസ്തേയയോഗൈ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേന്നാത്തി ഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹകുപിതോ യാത്യപക്രോശ്യതോകാൻ. ഇത് കുറച്ച് വലിയൊരു ശ്ലോകമാണ്, നോക്കാം. വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ. വത്സാൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികളെ, മുഞ്ചൻ എന്ന് പറഞ്ഞാൽ അതിനെ മോചിപ്പിച്ചിട്ട് അഥവാ അഴിച്ചുവിട്ടിട്ട്, ക്വചിത സമയേ, ഇവിടെ ക്വചിത്ത് അസമയേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ക്വചിത സമയേ. ക്വചിത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ. അപ്പോൾ ഭഗവാൻ ചെയ്ത ഈ കൃഷ്ണൻ നടന്ന് കാണിച്ച വികൃതികൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ ഈ പശുക്കുട്ടികളെ, ഗോകുലം എന്ന് പറയുന്നത് തന്നെ ഗോക്കളുടെ കുലമാണത് അല്ലേ. ധാരാളം പശുക്കളുള്ള അവരുടെ പ്രധാന വരുമാന മാർഗം അഥവാ അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് തന്നെ ഗോക്കളെ വളർത്തുന്നതാണ്. അവരതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ്. അതിൻ്റെ പാലും മോരും ഒക്കെ വിറ്റ് ഉപജീവനം നടത്തുന്നവരാണ്. അവരുടെ പ്രധാന ആ ഒരു കുലത്തൊഴിൽ തന്നെ പശുവിനെ വളർത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗോക്കളെ ഇവിടെ പറയുകയാണ്, ചില സമയത്ത് ചിലപ്പോഴൊക്കെ ഈ നമ്മുടെ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്, അസമയേ എന്ന് പറഞ്ഞാൽ സമയമല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ അകാലത്തിൽ നമ്മൾ പശുക്കുട്ടികളൊക്കെ അഴിച്ചുവിടുന്നതിനൊരു സമയമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സമയമല്ലാത്തപ്പോൾ അസമയത്ത് വന്ന് ഈ പശുക്കുട്ടികളെയൊക്കെ അഴിച്ചുവിടും. എന്നിട്ടോ ക്രോശസംജാതഹാസഹ, ക്രോശസംജാതഹാസഹ, ക്രോശസംജാത. ഇവിടെ ഈ അസമയത്ത് വന്ന് പശുക്കുട്ടികളെയൊക്കെ അഴിച്ചുവിടുമ്പോൾ എന്താ പറ്റുക, പശുക്കുട്ടികൾ പോയി പശുവിൻ്റെ പാലെല്ലാം കുടിക്കും. പിന്നെയോ പശുവിനെ കറക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒട്ടും പാല് കിട്ടില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും കിട്ടുക. ഇത് കാണുമ്പോഴാകട്ടെ ഈ ഗോപസ്ത്രീകൾക്കൊക്കെ ഭയങ്കര ദേഷ്യം വരും. എന്താ, ഇന്നും തങ്ങൾക്ക് വരുമാനത്തിനുള്ള മാർഗമാണിവിടെ കണ്ണൻ പോയിട്ട് ഇല്ലാതെയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ക്രോശ സംജാതഹാസഹ, ഇതിങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യുക, സംജാതഹാസഹ, വളരെ ഇത് കണ്ട് കൈകൊട്ടിക്കിടന്ന് ചിരിക്കുകയാണ്. ഈ ഗോകുലവാസികളുടെ ഈ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവർക്ക് വരുത്തി വയ്ക്കുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തി വെച്ചിട്ട് കൃഷ്ണൻ അങ്ങനെ കാര്യമായി ചിരിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ പറയുകയാണ്, സ്ഥേയം സ്വാദ്വത്യഥ ദധിപയ. സ്ഥേയം എന്ന് പറഞ്ഞാൽ ഈ കട്ടെടുക്കുന്നതായിട്ടുള്ള സ്വാദ്വത്യഥ ദധിപയ. ദധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൈര്. സ്വാദ്വത്യഥ എന്ന് പറഞ്ഞാൽ ഈ സ്വാദു എന്ന് പറഞ്ഞാൽ തന്നെ രുചിയുള്ള, നല്ല സ്വാദുള്ളത്. ഇവിടെ സ്വാദു അത്തി അഥ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സ്വാദ്വത്യഥ. അവിടെ സ്വാദു അത്തി വരുന്ന, അപ്പോൾ അവിടെ ദ്വ ആയിട്ട് അത് മാറും. ആ എന്നുള്ളത് വ എന്നുള്ളൊരു ശബ്ദത്തിലേക്ക് അത് മാറും. അപ്പോൾ സ്വാദ്വത്യഥ. സ്വാദു എന്ന് പറഞ്ഞാൽ രുചിയുള്ളതായിട്ടുള്ള, വളരെ സ്വാദുള്ളതായിട്ടുള്ള. അത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു. അഥ പിന്നീട്. അപ്പോൾ ഈ പശുക്കുട്ടികളെയൊക്കെ അഴിച്ചു വിടുക, എന്നിട്ട് ഈ പശുവിനെയൊക്കെ പാല് കുടിപ്പിക്കുക. എന്നാലോ ചോദിച്ചാൽ എന്താ പറയുക എന്നറിയോ, കണ്ണൻ പറയുന്നത് എന്താ, പശുവിൻ്റെ പാല് പശുക്കുട്ടികൾക്കുള്ളതാണ്. അമ്മയുടെ പാല് ഞാൻ കുടിക്കുന്നത് പോലെ അമ്മ പശുവിൻ്റെ പാല് പശുക്കുട്ടികൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം ഇവർ കഷ്ടപ്പെട്ടാലും ശരി, ആ കൃഷ്ണൻ്റെ ചിരിയിൽ ഇവരുടെ ആ ഒരു കോപമൊക്കെ അങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്. എന്നിരുന്നാലും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷ്ണൻ ഈ വികൃതി കാട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് യശോദാമ്മയോടുമൊക്കെ വന്നിപ്പോൾ പരാതി പറയാനായിട്ട്. പരാതിയാണോ എന്ന് ചോദിച്ചാൽ പരാതിയാണ്, എന്നാൽ അല്ലതാനും. അവരുടെ ആ ഒരു ആനന്ദാനുഭവമാണ് അവരവിടെ വന്ന് വിവരിക്കുന്നത്.
അപ്പോൾ പശുവിനെ അഴിച്ചു വിടുന്നു, പശുക്കുട്ടികളെ അഴിച്ചു വിടുന്നു. എന്നിട്ട് സമയങ്ങളിൽ വന്ന് അഴിച്ചു വിട്ടിട്ട് ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് കാണുമ്പോൾ കിടന്ന് കൈകൊട്ടിച്ചിരിക്കുക. പിന്നെ എന്താ ചെയ്യുക? മോഷ്ടിച്ചെടുത്തതായിട്ടുള്ള നല്ല രുചിയുള്ള, അപ്പോൾ ഇവരുടെയൊക്കെ വീടുകളിൽ കയറിയിട്ട് മോഷ്ടിച്ചെടുക്കുന്നുണ്ട്. എന്താ? നല്ല രുചിയുള്ളതായിട്ടുള്ള ദധി പയഹ. ദധി എന്ന് പറഞ്ഞാൽ തൈര്, പയ പാല്, പാലും തൈരും ഒക്കെ മോഷ്ടിച്ചെടുത്തിട്ട് അതൊക്കെ അങ്ങോട്ട് കഴിക്കുക. സ്വാദു അത്തി അധ, സ്വാദ് അത്തി അധ, അത്തി എന്നാൽ ഭക്ഷിക്കുന്നു, അധ പിന്നീട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഭക്ഷണത്തിനുള്ള, അന്നത്തിനുള്ള വഴി മുട്ടിക്കുക, പശുക്കുട്ടികളെയൊക്കെ തുറന്നു വിട്ടിട്ട്, അഴിച്ചു വിട്ടിട്ട്. എന്നിട്ടോ ഞങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതൊക്കെ വന്ന് മോഷ്ടിച്ചെടുത്തിട്ട് പാലും തൈരും ഒക്കെ രുചിയോടെ അങ്ങോട്ട് കഴിക്കുക. പിന്നെയോ കൽപ്പിതൈ സ്തേയയോഗൈ. കൽപ്പിതൈ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള, സ്തേയയോഗൈ അതായത് ഈ സ്തേയം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക, മോഷ്ടിക്കുന്നതിനുള്ള യോഗൈ, ആ ഒരു യോഗം എന്ന് പറഞ്ഞാൽ സാമർഥ്യം, ആ ഒരു വൈഭവം. അപ്പോൾ ആ ഒരു വൈഭവം കൊണ്ട്, അതായത് ഈ മോഷണം എന്ന് പറയുന്ന കൃഷ്ണൻ ഒരു അസാമാന്യമായ കഴിവാണ് മോഷണത്തിലുള്ളത്, ഒരു അപാരമായ ലീലയാണത്. അപ്പോൾ ഈ ഒരു മോഷണത്തിൻ്റെ കഴിവുകൊണ്ട്, പല പല സൂത്രങ്ങൾ കൊണ്ട് കട്ടെടുത്ത ഈ തൈരും പാലും ഒക്കെ വളരെ സ്വാദോടുകൂടിയിരുന്ന് ഭക്ഷിക്കുന്നു മോഷ്ടിച്ചെടുത്തിട്ട്. പിന്നെയോ മർക്കാൻ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സ ചേന്നാത്തി ഭാണ്ഡം ഭിനത്തി. മർക്കാൻ, ഇവിടെ പറഞ്ഞു ഞങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച പാലും തൈരും ഒക്കെ മോഷ്ടിച്ചെടുത്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയണം. മർക്കാൻ, മർക്കൻ മർക്കാൻ എന്ന് പറഞ്ഞാൽ കുരങ്ങുകൾക്ക്, കുരങ്ങുകൾക്ക് ഭോക്ഷ്യൻ, ഭോക്ഷ്യൻ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, ഭക്ഷിച്ചവനായിട്ട്. അതായത് ഈ പാലും തൈരും ഒക്കെ മോഷ്ടിച്ചെടുത്ത് സ്വയം കുറേ ഭക്ഷിക്കുന്നുണ്ട്, പിന്നെയോ ഈ കുരങ്ങുകൾക്കും കൊടുക്കുന്നുണ്ട്. വിഭജതി സ, വിഭജതി എന്ന് പറഞ്ഞാൽ ഭാഗിച്ചു കൊടുക്കുക. തൻ്റെ കയ്യിൽ കിട്ടുന്ന ഈ മോഷ്ടിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ വീടുകളിൽ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന തൈരും പാലും ഒക്കെ മോഷ്ടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറേ താൻ തന്നെ അങ്ങോട്ട് ഇരുന്ന് തിന്നുക, ഈ കൃഷ്ണൻ തന്നെ തിന്നുക. എന്നിട്ടോ അവിടെയുള്ള കുരങ്ങന്മാർക്കൊക്കെ അതിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് വിഭജിച്ചു കൊടുക്കും. എന്നിട്ട് പറയാ സ ചേന്നാത്തി ഭാണ്ഡം ഭിനത്തി. സഹ എന്ന് പറഞ്ഞാൽ അത്, ആ പാലും മോരുമൊക്കെ ഇവിടെ പറയാ ചേന്നാത്തി, ചേത് ന അത്തി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ചേന്നാത്തി. ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള, അത്തി ഭക്ഷിക്കുക. ന ചേന്ന അത്തി എന്ന് പറഞ്ഞാൽ അത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ, ആ കുരങ്ങുകൾക്ക് അതങ്ങനെ വിഭജിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അത് ഭക്ഷിക്കുന്നില്ലെങ്കിലോ ഭാണ്ഡം ഭിനത്തി. ഭാണ്ഡം എന്ന് പറഞ്ഞാൽ പാത്രം, പാത്രത്തെ ഭിനത്തി ഉടയ്ക്കുന്നു, അതിനെ എറിഞ്ഞുടച്ച് കളയുക. അപ്പോൾ ഇവിടെ തനിക്ക് കിട്ടിയ പാലും വെണ്ണയും ഒക്കെ തനിക്ക് ആവശ്യത്തിന്, തനിക്ക് മതി വരുവോളം അങ്ങോട്ട് ഭക്ഷിക്കുക. അതിനുശേഷമോ ബാക്കി പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാലും മറക്കില്ല, പുറത്തൊരു പക്ഷേ കുരങ്ങന്മാർ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ ആ വേണ്ടുവോളം ഭക്ഷിക്കുമ്പോഴും ഒരു വിഹിതം, ആ തനിക്ക് കിട്ടിയതിൽ ഒരു വിഹിതം ഈ കുരങ്ങന്മാർക്കായിട്ട് മാറ്റിവെക്കും. എന്നിട്ട് അവർക്ക് അതങ്ങോട്ട് കൊടുക്കുക. കൊടുത്തിട്ട് അതിലേതെങ്കിലും ഒരു കുരങ്ങൻ കഴിച്ചില്ല എന്നിരിക്കട്ടെ, ആ കൊടുക്കുന്ന പാലും കലം അല്ലെങ്കിൽ പാലും കുടം അല്ലെങ്കിൽ തൈര് വെച്ചിരിക്കുന്ന കുടം അങ്ങോട്ട് ഉടച്ചു കളയും. പിന്നെ പറയുകയാണ് ദ്രവ്യാലാഭേ സഗൃഹകൂപിതോ യാത്യുപക്രോശ്യതോകാൻ. ദ്രവ്യാലാഭേ, അങ്ങനെ സാധനം കിട്ടിയിട്ടില്ല, ആ ദ്രവ്യം കിട്ടിയിട്ടില്ലെങ്കിൽ സ ഗൃഹകുപിതോ. സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ കൃഷ്ണൻ, അവൻ എന്നുള്ള അർത്ഥം. ആ കൃഷ്ണൻ ഗൃഹകുപിതഃ, അതായത് വീട്ടിലുള്ളവരോടൊക്കെ അങ്ങോട്ട് ദേഷ്യപ്പെടും. ഇവിടെ വന്ന് പാലും തൈരും മോരുമൊക്കെ മോഷ്ടിച്ചെടുക്കാൻ നോക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിലാകട്ടെ വീട്ടിലുള്ളവരോട് ദേഷ്യം കാണിക്കുക. എന്നിട്ടോ യാത്യുപക്രോശ്യതോകാൻ. യാതി ഉപക്രോശ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് യാത്യുപക്രോശ്യ. യാതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു, ആ വീട്ടിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. എങ്ങനെ? ഉപക്രോശ്യ. ഉപക്രോശ്യ എന്ന് പറഞ്ഞാൽ കരയിപ്പിച്ചിട്ട്. ആരെ? തോകാൻ, കുട്ടികളെ. അവിടുത്തെ കുട്ടികളെയൊക്കെ എങ്ങനെയെങ്കിലും ഒരു പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുട്ടികളെ കരയിപ്പിക്കത്തക്ക വിധത്തിൽ ചെയ്ത് കുട്ടികളെ നന്നായി അങ്ങോട്ട് കരയിപ്പിച്ചിട്ട് ഇറങ്ങി അങ്ങോട്ട് പോകും. ചിലപ്പോൾ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കൊച്ചു കുട്ടികളാവാം.
അവരെ കരയിപ്പിച്ചിട്ട് പോയാലോ ആ ഗോപസ്ത്രീകളുടെ ഒന്നും വീട്ടുവേല നേരായ വിധത്തിൽ അങ്ങോട്ട് നടക്കില്ല. അപ്പോഴോ അവർക്കാകെ ബുദ്ധിമുട്ടുകളാവുന്നു. പക്ഷെ കൃഷ്ണൻ എന്നാലും ഒരു മാറ്റവുമില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി അവരുടെ വീട്ടിലെ പശുക്കുട്ടികളെ അഴിച്ചുവിടുക, പശുവിൻ്റെ പാലെല്ലാം കുടിപ്പിക്കുക. അതും അസമയങ്ങളിൽ പോവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോഴെല്ലാവരും ഉറക്കമല്ലേ, അപ്പോൾ ആ സമയത്ത് പോവും. അല്ലെങ്കിൽ എല്ലാവരും വീട്ടിനുള്ളിലായിരിക്കുന്ന സമയത്ത് പോയിട്ട് അതിനെ അഴിച്ചുവിടുക. ഇനി അതും കഴിഞ്ഞിട്ടോ ഇടയ്ക്കിടയ്ക്ക് കയറി അടുത്ത വീടുകളിലൊക്കെ വെച്ചിരിക്കുന്ന പാലും മോരും വെണ്ണയും ഒക്കെ അങ്ങോട്ട് മോഷ്ടിച്ചെടുക്കുക. എന്നിട്ട് നല്ല സ്വാദം വഴി അങ്ങോട്ട് കഴിക്കുക. അവർ കഷ്ടപ്പെട്ട് ഓരോ ഗോപസ്ത്രീയും ഉണ്ടാക്കി വയ്ക്കുമ്പോൾ തങ്ങളുടെ ഉണ്ണികൾ കൂടെ കൊടുക്കാമെന്ന് കരുതി ഉണ്ടാക്കി വയ്ക്കുന്ന ഇവിടെ കൃഷ്ണൻ കയറിയിട്ട് മോഷ്ടിച്ചെടുത്തിട്ട് അത് കുറേ ഭക്ഷിക്കുക. എന്നിട്ട് കുറേ എടുത്ത് പാലും മോരും വെണ്ണയൊക്കെ മുറ്റത്ത് നിൽക്കുന്ന കുരങ്ങന് കൊണ്ട് കൊടുക്കുക. ആ കുരങ്ങൻ ഭക്ഷിച്ചില്ലെങ്കിലാകട്ടെ ആ മോരും കുടം അല്ലെങ്കിൽ തൈരും കുടം അപ്പോഴേ അത് ഉടച്ചു കളയും. അതായത് പിന്നത്തേക്ക് വെക്കില്ല. വേണമോ ഇപ്പോൾ ഭക്ഷിക്കുക, അതായത് പിന്നത്തേക്ക് വെച്ചേക്കാനായിട്ട് ആ മൺകുടം വെക്കില്ല. ആ മൺകുടം തന്നെ അങ്ങോട്ട് ഉടച്ചു കളയും. അപ്പോഴും നഷ്ടം ഗോപസ്ത്രീകൾക്ക് അല്ലേ. വീണ്ടും അവർക്ക് തൈരും പാലും വെണ്ണയൊക്കെ എടുത്ത് വെക്കണമെങ്കിലോ വേറെ പുതിയ മൺകുടം വാങ്ങേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നിറയെ കുസൃതികളാണ് ഈ കൃഷ്ണൻ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് കാണിക്കുന്നത്. ഇനിയും ഇത്രയൊക്കെ ഇതൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചാൽ കൃഷ്ണൻ വന്ന് മോഷ്ടിക്കും എന്നറിയാവുന്നത് കൊണ്ട് ചില ദിവസങ്ങൾ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് അറിയണോ യശോദാമേ? ഞങ്ങൾ ഈ പാലും മോരും വെണ്ണയും ഒന്നും വീട്ടിലുണ്ടാക്കി വെക്കില്ല. അപ്പോഴോ വന്ന് മോഷ്ടിക്കാൻ കയറി നോക്കുമ്പോൾ ഇതൊന്നുമില്ല എന്ന് കണ്ടാലാകട്ടെ കൃഷ്ണന് ഭയങ്കരമായിട്ട് കോപം വരും. കോപം വന്നാലോ കൃഷ്ണന് മനസ്സിലാവും കൃഷ്ണനെ പറ്റിക്കുകയാണ്, കൃഷ്ണൻ എടുക്കുമെന്ന് കരുതിയിട്ട് തന്നെയാണ് വീട്ടിലുള്ളവരുണ്ടാക്കി വയ്ക്കാത്തതെന്ന്. അപ്പോൾ എന്താ ചെയ്യുക എന്നറിയുമോ യശോദാമേ? അവിടെ വന്ന് ഞങ്ങളുടെ ചെറിയ കുട്ടികൾ ചിലപ്പോൾ തൊട്ടിലിൽ കിടന്നുറങ്ങുകയാവാം, ചിലപ്പോൾ താഴെ കിടത്തിയിട്ടുണ്ടാവും, ഉറക്കി കിടത്തിയിരിക്കുന്നതാവാം. ഇനി അതുമല്ലെങ്കിലോ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ, അവിടെ കളിക്കാനിരിക്കുന്ന കുട്ടികളെ ആവാം. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആ കുട്ടികളെ അങ്ങോട്ട് കരയിപ്പിച്ചിട്ട് ആ കൃഷ്ണൻ ഇറങ്ങിയൊരു പോക്കുണ്ട് യശോദാമ്മേ. ഞങ്ങൾക്ക് ഒരു തരത്തിൽ ഈ കൃഷ്ണനെ കൊണ്ട് പറ്റണില്ല, അവൻ്റെ കുറുമ്പ് അത്ര ജാസ്തിയാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ യശോദാമ്മയോട് വന്നിട്ട് ഗോപസ്ത്രീകൾ പരാതിയുടെ സ്വരത്തിലാണെങ്കിലും തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ആനന്ദാനുഭവത്തെ ഒന്ന് അയവിറക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് കാണാം നമുക്ക്. ഇവിടെ ഈ ലീലകളൊക്കെ വന്ന് കൃഷ്ണൻ്റെ ഈ കുറുമ്പുകളൊക്കെ യശോദാമ്മയോട് പറയുമ്പോൾ ഗോപസ്ത്രീകൾക്ക് നന്നായിട്ടറിയാം തങ്ങൾ ഏറ്റവും സ്വാദം വഴി ഉണ്ടാക്കി വയ്ക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്. തങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോൾ കൃഷ്ണൻ വന്ന് എടുത്തിട്ട് പോകുമെന്ന് അല്ലേ. അതൊരു യഥാർത്ഥ ഭക്തിയുടെ ഭക്തൻ്റെ ലക്ഷണമാണ്. ഏറ്റവും സ്വാദായിട്ടുള്ളത്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളതൊക്കെ ഭഗവാന് സമർപ്പിക്കുക എന്നൊരു തത്വം, അതിലൂടെ ഭഗവാന് കൊടുക്കുന്നതിലൂടെ തനിക്ക് തന്നെയാണ് ആ ആനന്ദാനുഭവം ഉണ്ടാകുന്നത്. അത് ഭഗവാന് കിട്ടുന്ന സന്തോഷത്തേക്കാൾ ഇതെല്ലാം ഭഗവാന്റെയാണ്. ഭഗവാന്റേതല്ലാത്തതായിട്ടൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നിരിക്കെ ഭഗവാന് നമ്മൾ ഏറ്റവും നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ അതിൽ ഭഗവാൻ സംപ്രീതനാവും എന്നത് വേറെ വിഷയം. അതിലേറെ അത് ഭഗവാന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തി. കാരണം എല്ലാം ഭഗവാന്റെയാണ്. ഭഗവാൻ തന്നതേ നമുക്കുള്ളൂ. അതിൽ ഏറ്റവും നല്ലത് അത് ഭഗവാന് തന്നെ കൊടുക്കുക. അത് നമുക്ക് തന്നെ ശാന്തിക്ക് കാരണമായി തീരും, സന്തോഷത്തിന് കാരണമായി തീരും. എല്ലാം ഉണ്ടായെങ്കിലും ഭഗവാൻ തന്നെ ഗീതയിൽ ചോദിക്കുന്നത് പോലെ അശാന്തസ്യ കുത സുഖം. നമുക്ക് അശാന്തിയാണ് ഫലമെങ്കിൽ എപ്പോഴാണ് അശാന്തി ഉണ്ടാവുന്നത്? നമുക്കൊരു തൃപ്തിയില്ലാതെ ഇരിക്കുമ്പോൾ. അപ്പോൾ നമ്മളെ അലട്ടാൻ പലതും കയറി വരും. ആ തൃപ്തി ഉണ്ടാവണമെങ്കിലോ മറ്റൊന്നുകൊണ്ടും ഒന്നിനെയും ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഈശ്വര വിചാരം, ഈശ്വര സമർപ്പണം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് തൃപ്തിയിലേക്ക് എത്താൻ കഴിയൂ. അങ്ങനെ തൃപ്തമായ ഒരു മനസ്സിൽ സുഖം താനേ ഉണ്ടാവും. ആ പരമമായ ആനന്ദം, സുഖം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഗോപസ്ത്രീകൾ ഈ തൈരും വെണ്ണയും പാലുമൊക്കെ എങ്ങനെ സ്വാദേറിയതായിട്ടുള്ളത് ഉണ്ടാക്കി വെക്കുന്നത്. അത് ആ ഭഗവാന് അങ്ങോട്ട് നേരെ വിളിച്ചു കൊടുത്തില്ലെങ്കിൽ, ഇവിടെ ഭഗവാൻ കാണിക്കുകയാണ്, ഭഗവാന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ ഭഗവാൻ തന്നെ വന്നെടുത്തിട്ട് പോകും. അത് മോഷ്ടിച്ചായാലും ആ വീട്ടിലെ കുട്ടികളെ ദ്രോഹിച്ചുകൊണ്ടാണെങ്കിലും കുട്ടികളെ കരയിപ്പിച്ചുകൊണ്ടാണെങ്കിലും ഭഗവാന് കൊടുക്കാനുള്ളത് ഭഗവാൻ വന്നെടുത്തിട്ട് തന്നെ പോകും. അത്
ഇവിടെ ഗോപസ്ത്രീകൾക്ക് ആനന്ദത്തെ കൊടുക്കുന്നു എന്നുകൂടി ഒന്ന് പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് 29ാമത്തെ ശ്ലോകം നോക്കാം. വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശസംജാതഃ സഃ സ്തേയം സ്വാദ്വത്യഥദധിപയഃ കൽപ്പിതൈസ്തേയയോഗൈഃ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേന്നാത്തി ഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹകുപിതോ യാത്യുപക്രോശ്യൈത്തോകാൻ. ഇവിടെ കുറച്ച് വലിയൊരു ശ്ലോകവുമാണ്. വായിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. ആദ്യത്തെ വരിയിൽ വത്സാൻ മുഞ്ചൻ ക്വചിത് അസമയേ, ക്വചിത് അസമയേ ആണ്. അതുകൊണ്ട് ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത് ക്രോശസംജാതഹാസ, അവിടെ വിസർഗമുണ്ട്. വായിക്കുമ്പോൾ പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് സ്തേയം സ്വാദ്വത്യഥ, അവിടെ ശരിക്കും ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. സ്വാദ്വത്യഥ, അത് സ്വാദു അത്തി അഥ. അപ്പോൾ ത്യഥ എന്നുള്ളതിന് ത്യ എന്നുള്ളിടത്ത് അകാരം കൊടുക്കുകയും വേണം. അതുപോലെ സ്വാദ്വത്യഥ അകാരം, സ്വാദു അത്തി. പിന്നെ അടുത്ത പയ, കൽപ്പിതൈ, സ്തേയയോഗൈ, ഇവിടെയൊക്കെ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് യാത്യുപക്രോശ്യ തോകാൻ, അവിടെ യാതി ഉപക്രോശ്യ, അവിടെ യാത്യുപക്രോശ്യ, അത് ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് 30ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.